കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ തെരച്ചിൽ. പരിശോധന കാന്തൻപാറ മുതൽ പരപ്പൻപാറ വരെയുള്ള മേഖലയിൽ. തിരിച്ചറിയാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം വയനാട്ടിൽ. മുണ്ടക്കയും ചൂരൽമലയും ജനവാസ യോഗ്യമാണോ എന്നതിൽ പരിശോധന. അർജുനായുള്ള തെരച്ചിലിൽ അലംഭാവമെന്ന് കുടുംബം. രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കർണാടക സർക്കാർ ഇടപെടുന്നില്ല. ഒരു അലംഭാവമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതുവരെ ഒരു തിരച്ചിലിനോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തു നിന്ന്. തെരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്ന് സഹോദരി ഭർത്താവ്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്ര ധനവകുപ്പിനെ സമീപിക്കാൻ നടപടി തുടങ്ങി. ഓണക്കാല ആനുകൂല്യങ്ങൾ നൽകുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായേക്കുമെന്ന് വിലയിരുത്തൽ. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിനി ശരണ്യയ്ക്ക്. കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതാദ്യം. സംസ്ഥാനത്തെ ആശ്വാസകിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. സിംഗപ്പൂർ കമ്പനി ഇടപാടുകൾ പുറത്തുവിടുമോ എന്ന് ചോദ്യം. സെബിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കാൻ ED.